ഇതിന്റെ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. വെൽക്കം ബാക്ക് ഗൈസ്. നിങ്ങൾ ഈ കാണുന്നതാണ് ടി വി എസ് അപ്പാച്ചെ RTX 300. ഇത് ടി വി എസിന്റെ അഡ്വഞ്ചർ കാറ്റഗറിയിൽ വരുന്ന ഫസ്റ്റ് ബൈക്കാണ്. സോ ഇതാണ് അതിന്റെ ഓവറോൾ ലുക്ക്. ഒരു ചങ്കി ലുക്കാണ്. ഡിസൈൻ നല്ല രസമുണ്ട്. ഒരു ഓവർ ബൾക്കി അല്ല, സ്ലിമ്മും അല്ല. നമ്മൾ വേറെ ഇപ്പോൾ അഡ്വഞ്ചർ ബൈക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു സ്ലിം ലെങ്തി ലുക്കായിരിക്കും. പക്ഷെ ഇത് ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസൈൻ. ട്രയംഫ് 900 അല്ലെങ്കിൽ ടൈഗർ സീരീസിൽ വരുന്ന അഡ്വഞ്ചർ ബൈക്സിൻ്റെ ഉള്ള ഒരു ലുക്ക് ഉണ്ട്. ടി വി എസ് കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ഡാക്ക റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇത്രയും കാലമായിട്ട് ഒരു അഡ്വഞ്ചർ ബൈക്ക് റിലീസ് ചെയ്തില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം ഇവർക്ക് ടഫ് കോമ്പറ്റീഷൻ ആയിട്ട് ഹിമാലയൻ ഉണ്ട്, പിന്നെ ഹീറോന്റെ അഡ്വഞ്ചർ ബൈക്സ് ഉണ്ട്. അങ്ങനെ നമ്മളെ ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് തന്നെ കുറെ അഡ്വഞ്ചേഴ്സ് ബൈക്ക് ഉണ്ടായിട്ടും ടി വി എസ് ഇതുവരെ ആ ഒരു സെഗ്മെന്റിൽ കൈകടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലേറ്റ് ആയിട്ട് ഇത് ലോഞ്ച് ചെയ്തതാണെങ്കിലും നല്ലൊരു പ്രൈസ് സെഗ്മെന്റിലും നല്ലൊരു ഡിസൈനോടും കൂടിയിട്ടാണ് അഡ്വഞ്ചർ വേർഷൻ അവർ റിലീസ് ചെയ്തത്. ഇത് ആക്ച്വലി ഒരു അഡ്വഞ്ചർ വേർഷൻ അല്ല, ഇതൊരു ടൂറർ അഡ്വഞ്ചർ വേർഷൻ ആണ്. ഇത് മോർ ഫോക്കസ്ഡ് ഓൺ ടൂറിംഗ് ആൻഡ് ലെസ് ഓൺ അഡ്വഞ്ചർ ആയിട്ടാണ് എനിക്ക് റൈഡ് ചെയ്തരം ഫീൽ ചെയ്തിട്ടുള്ളത്. സ്പോർട്ടി റിഫൈൻഡ് എഞ്ചിനോട് കൂടിയിട്ടുള്ള ബൈക്കാണ് ഇത്. 3 വേരിയൻസിൽ വരുന്നുണ്ട്: ബേസ്, മിഡ് ആൻഡ് ടോപ്പ്. ഇത് ബേസ് വേരിയന്റ് വരുന്നത് less than 2 lakhs ആണ്. എക്സ് ഷോറൂം പ്രൈസ്. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട് പ്രൈസിംഗ് ആണ്. ദിസ് ഈസ് എ റിയൽ വാല്യൂ ഫോർ മണി ബൈക്ക് ഫോർ ദാറ്റ് പ്രൈസ്. ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റ് LED ലൈറ്റിംഗ് സെറ്റപ്പാണ് കൊടുത്തത്. ഉള്ളിലൊരു TVS ലോഗോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു DRL കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ DRL ലുക്ക്. ഇത് ലൈറ്റർ ഔട്ട്പുട്ട് വളരെ നല്ലതാണ്. ഇത് ഫ്രണ്ട് നോട്ടീസ് നമുക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടെ ഒരു അഡീഷണൽ ആക്സസറി, അതായത് ഇതിന്റെ ബീക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് ആക്സസറി ആയിട്ട് കിട്ടുന്നതാണ്. ടി വി എസിന് ഓൾറെഡി 300 സെഗ്മെന്റിൽ RR 310 ഉണ്ട്. പക്ഷേ ഈ ബൈക്കിൽ ഓൾമോസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് മോർ ദാൻ 10 years ആയി. ഈ ഒരു സിറ്റുവേഷനിൽ ടി വി എസ് സ്വന്തമായിട്ട് ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്തത്. വേറെ പെർഫോമൻസിലും നമുക്ക് കുറെ അവർ എഞ്ചിനെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ റോഡ്സിന് വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് ഒരു റോഡ് അഡ്വഞ്ചർ ടൂറർ ബൈക്ക് ആയിട്ടാണ്. എന്നിട്ട് ഓവറോൾ പിന്നെ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഈ ടാങ്ക് എല്ലാം ഇത് നല്ലൊരു രീതിയിൽ ഇൻകോർപ്പറേറ്റ് ആയിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. നോ ഗ്യാപ്പ്, നത്തിങ്. ഒരു പ്രോപ്പർ ഒരു ബോഡി ഫിനിഷിങ് ഇതിന് നൽകിയിട്ടുണ്ട്. വണ്ടർഫുൾ ജോബ് ബൈ ടി വി എസ്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒരു ഗ്യാപ്പ് എലിമെന്റ് ഒന്നും കാണാനില്ല. ഇറ്റ് ഈസ് വെൽ മാനേജ്. ഇവൻ വയറിങ്സ് എല്ലാം പ്രോപ്പറായിട്ട് ഇൻസൈഡ് ടക്കൻ ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവൻ റിയർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് എനിക്ക് ഇപ്പം നോക്കിയിട്ട് ഒരു ഫസ്റ്റ് ഗ്ലാൻസിൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് സോ വെൽ മാനേജ്ഡ്. ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്നത് ട്രയംഫ് ടൈഗർ 900 ആണ്. പിന്നെ കവാസാക്കി വേഴ്സസ് അങ്ങനത്തെ കുറച്ച് ബൈക്സിനെല്ലാം ഇൻസ്പയർ ആയിട്ട് എടുത്ത ലുക്കായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. പക്ഷെ ഓവറോൾ ഇത് നല്ല ലുക്കാണ്. കോപ്പി അടിച്ച് കുളമാക്കിയിട്ടില്ല എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. എക്സോസ്റ്റ് കാണാൻ നല്ല രസമുണ്ട്. ഇത്ര വലിയൊരു സിഗ്നേച്ചർ സൗണ്ട് ഒന്നല്ല. റീഡിഫൈൻഡ് അപ്പാച്ചെ RTRന്റെ സൗണ്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊന്ന് വൃത്തിയിൽ ട്യൂൺ ചെയ്ത അപ്പാച്ചെ RTRന്റെ സൗണ്ട്. ഇതിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 835 mm ആണ്. 5.6 ഫൂട്ട് എബോവ് ആൾക്കാർക്കെല്ലാം കംഫർട്ടബിൾ ആയിരിക്കും. ഹൈറ്റ് 5'6" താഴെ ആളാണെങ്കിൽ ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷേ ഇഫ് യു ആർ യൂസ് ടു റൈഡിങ് ടോളർ ബൈക്ക് ഒരു പ്രശ്നമല്ല. ഒരു 5'6" ഹൈറ്റിന് താഴെയുള്ള ആളാണ് ഈ ബൈക്ക് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതിന്റെ ഹാൻഡിൽ ബാർ നല്ല വൈഡറാണ്. പക്ഷേ കുറച്ചുകൂടി ഒന്ന് ടോളർ ആയിരുന്നു. കാരണം നിങ്ങൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇത് എണീച്ച് നിന്നിട്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അത് പ്രശ്നമല്ല, അത് നമുക്ക് ഹാൻഡിൽ ബാർ റേസർ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിന്റെ വെയിറ്റ് വരുന്നത് 180 kilograms ആണ്. ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ബൈക്കിനെല്ലാം
ഓൾമോസ്റ്റ് ഈ ഒരു വെയിറ്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഇതിൽ കൂടുതലായിട്ടാണ് വരുന്നത്. സോ വെയിറ്റ് മാനേജ്മെന്റ് ഈസ് ഓൾസോ ഡൺ ഇൻ എ പ്രോപ്പർ വേ. ടി വി എസ് RTX 300 വരുന്നത് 300cc ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ്. ഇത് പഴയ എഞ്ചിൻ ബോർ സ്ട്രോക്ക് അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് റീഡിഫൈൻ ചെയ്തതല്ല, ഞാൻ ഒന്നുകൂടി പറയുന്നതാണ്, ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂ എഞ്ചിൻ ഡെവലപ്ഡ് ബൈ TVS. ഈ 300cc ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത് 36 ഹോഴ്സ് പവർ ആണ് at 9000 RPM. ഇതിന്റെ പീക്ക് ടോക്ക് വരുന്നത് 7000 RPM-ലാണ്, അതായത് 28 ന്യൂട്ടൺ മീറ്റർ at 7000 RPM. ഇതൊരു ലീനിയർ പവർ ഡെലിവറിയോട് കൂടിയ എഞ്ചിനായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ RTR 310 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോമൻസ് ഇനീഷ്യലി കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് കാണും. പക്ഷെ ഒരു സർട്ടൺ ഒരു 5000-6000 RPM ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു പീക്ക് പെർഫോമൻസ് അവിടെയാണ് ഡെലിവറി ആവുന്നത്. നിങ്ങളിതിന് ഓൾഡ് 310 എഞ്ചിനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 310 എഞ്ചിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിഫൈൻമെന്റ് ആണ്. ഭയങ്കര വൈബ്രേഷൻ ഫീൽ ആവും ഒരു സർട്ടൺ ഒരു 3000-4000 RPM-ൽ. ആ ഇഷ്യൂസ് എല്ലാം ഈ പുതിയ എഞ്ചിനിൽ റിസോൾവ് ആയിട്ടുണ്ട്. ഇതിന്റെ ചാസി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഫീൽ ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടാവുക, ഇത് BMW G310 GS ആയിട്ട് വളരെ സിമിലർ ആണെന്നാണ്. പല പല ബൈക്സും ഇൻസ്പയർ ആയിട്ടാണ് TVS ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഇവൻ ചാസിയം. ഇതിൽ വരുന്നത് സ്റ്റീൽ ടെലിസ് സബ് ഫ്രെയിം ആണ്, പിന്നെ ഡൈകാസ്റ്റ് അലൂമിനിയം സ്വിംഗ് ആം ആണ്. ഇതിന്റെ ഫ്രണ്ടിൽ 19 ഇഞ്ച് വീൽസ് ആണ്, റിയറിൽ 17 ഇഞ്ച് വീൽസ് ആണ്. അത് BMW-ലും അത് സെയിം ആണ്. പക്ഷെ ഇത് ഓവറോൾ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്പോർട്ടി ബൈക്കായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത്, ഒരു ടൂറർ സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിൽ ഒരു ടൂറർ അഡ്വഞ്ചർ സ്പോർട്സ് ബൈക്ക്, അതാണ് ഇതിന്റെ ഒരു വൺ ലൈനർ ഡിസ്ക്രിപ്ഷൻ. ഇതിന്റെ ഫ്രണ്ട് ടയർ പ്രൊഫൈലിനെ പറ്റി പറയുകയാണെങ്കിൽ 19 ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തത്. ടയർ പ്രൊഫൈൽ 110/80. ഇത് യൂറോ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ടയറായത്. ഈ ബ്രാൻഡ് ഞാൻ അത്ര കണ്ടിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ് റിയലി ഗുഡ്. നല്ലൊരു ഓഫ് റോഡിങ് ആയാലും ടൂറിംഗ് ആയാലും കുറച്ച് അഡ്വഞ്ചർ റൈഡ്സ് ആയാലും ഇത് നല്ലൊരു ഗ്രിപ്പ് തരുന്നുണ്ട്. പിന്നെ ഇതിന്റെ എടുത്ത് പറയത്തക്ക ഓർ ദ ക്വാളിറ്റി വിച്ച് ഐ ലൈക്ക്, ഇതിന്റെ സസ്പെൻഷൻ ആണ്. ഒരു നല്ല സസ്പെൻഷൻ സെറ്റപ്പ് ആണ് ഫ്രണ്ടിലും റിയറിലും കൊടുത്തിട്ടുള്ളത്. ഇത് എത്ര മോശം റോഡായാലും സസ്പെൻഷൻ നല്ല ഇതിന്റെ ഷോക്ക് നല്ലോണം അബ്സോർബ് ചെയ്തിട്ട് നല്ലൊരു റൈഡ് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 41 mm USD ഫോക്സ് ആണ് വരുന്നത്. ഗോൾഡൻ USD ഫോക്സ് കൊടുത്തിട്ടുണ്ട്, അതും നല്ല ഇതിന്റെ ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടില് 41 mm USD ഗോൾഡൻ ഫോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതില് 180 mm ഓഫ് ട്രാവൽ ഇതും കൊടുത്തിട്ടുണ്ട്. സോ ഓഫ് റോഡിങ്ങിനെല്ലാം കുറച്ചൊരു നല്ല ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു LSE എന്ന് പറഞ്ഞിട്ടൊരു ഇത് നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. LSE പറഞ്ഞാൽ ലീൻ സെഗ്മെന്റ് അസിസ്റ്റന്റ് സ്ലിപ്പർ ക്ലച്ച് എന്നാണ്. ഇത് TVS വരുന്ന പേരാണ് LSE. 340 mm ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ചാനൽ ABS ആണ്, അത് സ്വിച്ചബിൾ ആണ്. ഫ്രണ്ട് ടയർ സൈസ് പറഞ്ഞാൽ 110, 18, 19 ഇഞ്ച് അലോയ് വീൽസ് ആണ്. പിന്നെ ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് ബൈ ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാഷ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് മെറ്റൽ. റാലി സ്പെക്മില്ല ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഫീൽ ആയത് ഇതിന്റെ ഹീറ്റ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു 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 ഔട്ട്ലെറ്റ് പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സോസ്റ്റ് ഹീറ്റ് അത് മെയിൻ ആയിട്ട് താഴെ ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സൈഡ് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഔട്ട്ലെറ്റ്, ഒരു തരം ഒരു ഡക്ട് പോലുള്ള സാധനമാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇതിന്റെ റിയർ ടയർ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ 150/17 ആണ്. റിം സൈസ് 17, അലോയ് വീൽസ് ആണ്. റിയറിൽ കൊടുത്തിട്ടുള്ളത് 240 mm പെറ്റൽ ഡിസ്ക് ആണ്. ഇതിന്റെ അലോയ് വീൽസിന്റെ ഡിസൈനും നല്ല രസമുണ്ട്. വെരി കംഫർട്ടബിൾ സീറ്റാണ്. അത് നിങ്ങൾക്ക് അഡ്വഞ്ചർ ടൂറിങ്ങിനായാലും ലോങ് റൈഡ്സിനായാലും ഈ സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതേപോലെ പില്ലിയൻ സീറ്റും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു RTX-ന്റെ ലോഗോ ഉണ്ട്. വെരി കംഫർട്ടബിൾ. ഈ സീറ്റിനെ പറ്റി കൂടുതൽ പറയാനില്ല. ഇറ്റ് വിൽ ബി വെരി കംഫർട്ടബിൾ, നോ നെഗറ്റീവ് പോയിന്റ്സ് ഓൺ ദ സീറ്റ്. പിന്നെ ഈ മോണോ ഷോക്കിന്റെ എനിക്ക് നോട്ടീസ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ, അതൊരു യെല്ലോ കളർ കോയിലിന് ഒരു യെല്ലോ കളറിങ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു എക്സെപ്ഷണൽ ലുക്കായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. നല്ല ഓഫ് റോഡ് ഗ്രിപ്പോട് കൂടിയ ഒരു സൈഡ് മെറ്റൽ ഫിനിഷിൽ ഇതാണ്. പിന്നെ ഇതാണ് അതിന്റെ ഗിയർ ലിവർ പൊസിഷൻ. എയർ വെന്റ് ഡിസൈൻ പോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിയില്ല, പക്ഷേ ബൈ ഇറ്റ് ലുക്സ് വെരി നൈസ്. ഇവിടെയും പിന്നെ ഈ ഒരു പാട്ടും. സോ ഓവറോൾ വെരി ഗുഡ് ലുക്സ്. TVS has done a wonderful job in designing this bike.
ഇത് ബേസ് വേരിയന്റ് ആണ്. ഇതിൽ 3 വേരിയൻസാണ് വരുന്നത്, ബേസ്, മിഡ്, ടോപ്പ്. ഈ ടോപ്പ് എന്ന് പറയുന്ന വേരിയന്റ് BTO വേരിയന്റ് എന്ന് പറയും, അത് ബിൽഡ് ടു ഓർഡർ. അത് കൂടുതൽ ഫീച്ചേഴ്സും ആക്സസറീസും അതേപോലെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കൂടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അതിൽ വരുന്നത് അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബേഴ്സ് ആണ്. പിന്നെ മെയിൻ വേറെ ഇതിന്റെ ഡിഫറൻസ് വരുന്നത് ഇതിന്റെ മീറ്റർ കൺസോളിലാണ്. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ റൈഡ് സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.